നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒനിയൻ സമോസ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ റെസിപ്പി. ആദ്യം തന്നെ സമോസയുടെ ഫില്ലിംഗ് ഉണ്ടാക്കുന്നതിന് മുന്നേ ഒരു 4 ടേബിൾ സ്പൂൺ അവല് ഞാൻ മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെള്ള അവലോ അല്ലെങ്കിൽ കട്ടിയുള്ള അവലോ ഉപയോഗിക്കാം. ഞാനിവിടെ കട്ടിയില്ലാത്ത അവലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടിക്കുന്ന ഓപ്ഷനിലാണ്, പൊടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി ഒരു ചീനിച്ചട്ടിയിൽ 2 ടീസ്പൂൺ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇനി 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരിഞ്ഞെടുക്കാം. അധികം ഘനമില്ലാതെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത്രയും നീളത്തിൽ വേണ്ടാന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു പകുതി നീളം വെച്ചിട്ട് നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയം തീയിലിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. വേഗം വഴറ്റി കിട്ടാനായിട്ട് ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ട് നല്ലപോലെ സവാള വെന്ത് വാടി വരുമ്പോഴത്തേക്കും ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി അല്ലെങ്കിൽ എരിവിന് ആവശ്യത്തിന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഇട്ട് ഇതിന്റെ ഒരു പച്ചമണം മാറുന്ന വരേക്കും നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാള നല്ലപോലെ വാടിയ ശേഷം മാത്രമേ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവൂ. ഇതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അവൽ പൊടിച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ സവാളയെല്ലാം ഓരോന്നായിട്ട് ചേരാതെ കിടക്കും. അപ്പോൾ ഇത് ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി നല്ല മസാല കൂട്ട് നല്ലപോലെ ചേർന്ന് കിട്ടും. കാരണം ഉരുളക്കിഴങ്ങൊന്നും ചേർക്കുന്നില്ല, വേറെ ഒരു പച്ചക്കറിയും ചേർക്കാത്തതുകൊണ്ട് ഒന്ന് ചേർന്ന് ഒരു മസാല ഒരു പരുവത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അവൽ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത ശേഷം കുറച്ച് മല്ലിയിലയും 1 തണ്ട് കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്താൽ നല്ലപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂട് മാറിയിട്ട് വേണം ഫില്ല് ചെയ്തെടുക്കാൻ. അവൽ പൊടിച്ചതും കൂടി ചേർത്ത ശേഷം 1 മിനിറ്റ് ഒന്ന് വഴറ്റി അതിൻ്റെ ഒരു പച്ചമണം മാറിയ ശേശം മാത്രമേ തീ ഓഫ് ചെയ്യാവൂ. എന്നിട്ട് വേണം മല്ലിയിലയും കറിവേപ്പിലയും അരിഞ്ഞതും കൂടി ചേർക്കാൻ. അപ്പം ഞാൻ ചൂട് മാറാനായിട്ട് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ മൈദമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇളക്കി കട്ടകളില്ലാതെ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇത് സമോസ ഷീറ്റിൽ ഒട്ടിക്കാൻ ഫില്ലിംഗ് വെച്ച ശേഷം ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തീരെ വെള്ളമായി പോകരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാനിവിടെ സ്വിസ് സമോസ ഷീറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല തിന്നായിട്ടുള്ള ഷീറ്റാണ്. വാങ്ങിച്ച ശേഷം ഞാൻ ഫ്രീസറിൽ വെക്കും. ആവശ്യമുള്ളപ്പോൾ ഒരു 10 മിനിറ്റ് മുന്നേ പുറത്തെടുത്ത് വെച്ച് തണുപ്പ് മാറിയതിന് ശേഷം സമോസ ഉണ്ടാക്കിയെടുക്കാം. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി ഇതെങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത് നോക്കാം. ഇതുപോലൊരു ഷീറ്റ് എടുക്കുക. എന്നിട്ട് ഇത് ഒരു ട്രയാങ്കിളായിട്ട് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ എല്ലാ സൈഡും നല്ല കൂർത്തിരിക്കണം. കറക്റ്റായിട്ട് മടക്കിയാൽ അങ്ങനെ നല്ല കൂർത്ത് നല്ല ഷേപ്പിൽ വരും. അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു സൈഡ് വെച്ചിട്ട് ട്രയാങ്കിളായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഇതുപോലെ ഒന്ന് മടക്കിയാൽ അതൊരു കോൺ ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാ എഡ്ജും നോക്കുക, നല്ല കൂർത്തിട്ടാണോ നോക്കുക. അപ്പോഴായിരിക്കും നല്ല കറക്റ്റ് ഷേപ്പിൽ വരുന്നത്. ഇപ്പോൾ ഒരു കോൺ ഷേപ്പിലായിട്ടുണ്ട്. ഇനി ഈ കോണിൻ്റെ അകത്ത് വേണം നമ്മൾ മസാല ഫില്ല് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ഫില്ല് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക, ഒരുപാടിട്ട് ഫില്ല് ചെയ്യരുത്. 1 ടീസ്പൂണൊക്കെ മതിയാവും. ഒരുപാട് ഫില്ല് ചെയ്താൽ കറക്റ്റ് ഷേപ്പിൽ, കറക്റ്റ് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഫോൾഡ് ചെയ്ത് വരുമ്പോൾ വരില്ല. അതുകൊണ്ട് അധികം കുത്തി നിറയ്ക്കേണ്ട, 1 ടീസ്പൂണൊക്കെ മതിയാവും. ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കാം. ഇനി ഫില്ല് ചെയ്ത ഭാഗം മുകളിലോട്ട് വരുന്ന രീതിയിൽ ഇത് ഒന്നും കൂടി ഒന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ ഇപ്പോൾ മസാല ഇട്ട ഭാഗം മുകളിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കി ഷീറ്റ് വെച്ചിട്ട് അതൊന്ന് അടച്ചെടുക്കണം, ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ മസാല ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് കുത്തി നിറയ്ക്കരുത്. കുത്തി നിറച്ചാൽ ഇതുപോലെ കൂർത്ത അറ്റമായിട്ട് കിട്ടില്ല, കറക്റ്റ് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടില്ല. ഇനി ബാക്കിയുള്ള ഷീറ്റിൽ വേണം അറ്റത്തെല്ലാം കൂടി മൈദ പേസ്റ്റ് തേച്ച് കൊടുക്കുക. അപ്പോൾ ഒരുപാട് വെള്ളമായിപ്പോയാൽ അത് ഒട്ടില്ല. അപ്പോൾ ഒരു കുറുക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുന്ന കുറുക്കിൻ്റെ ഒരു പാകത്തിൽ വേണം ഈ ഒരു പേസ്റ്റ് എന്ന് തേച്ച് കൊടുത്ത ശേഷം ഇതൊന്ന് മടക്കി അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത ശേഷം ബാക്കിയുള്ളത് മുകളിലോട്ടും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള സമോസ ഷേപ്പായിട്ട് കിട്ടി. ഇത് ഒട്ടിച്ച ഭാഗം തിരിച്ചു വെക്കാം. അപ്പോൾ കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് നല്ലപോലെ ഒട്ടിക്കോളും. അപ്പോൾ ഇനി ഒന്നും കൂടി കാണിച്ചു തരാം. ആദ്യം നമ്മളൊരു ട്രയാങ്കിളായിട്ട് മടക്കുക, പിന്നെ ഒന്നും കൂടി മടക്കി അതൊരു കോൺ ഷേപ്പിലാക്കാം. കോണിൽ ഫില്ലിംഗ് വെക്കാം. ഒരു ടീസ്പൂണൊക്കെ ഫില്ല് ചെയ്ത ശേഷം കോൺ തുറന്ന ഭാഗം മുകളിലോട്ട് വരുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം. ബാക്കി വരുന്ന ഷീറ്റ് വെച്ചിട്ട് ആ മസാല ഉള്ള ഭാഗം ഒന്ന് അടച്ചു കൊടുക്കാം.
ഇനി ബാക്കിയുള്ള ഷീറ്റിൽ മൈദ പേസ്റ്റ് തേച്ച ശേഷം ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ വീട്ടിലുള്ള ഉണ്ടാക്കിയ സമോസ ഷീറ്റായാലും നമുക്ക് വാങ്ങിച്ച ഷീറ്റായാലും ഇതേ ഷേപ്പിലുള്ളതാണെങ്കിൽ നമുക്കിതുപോലെ ഈസി ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് മസാല ഉണ്ടാക്കുമ്പോൾ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് അല്ലെങ്കിൽ പച്ച ഗ്രീൻ പീസ് ഒക്കെ തന്നെയും ചേർക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 12 സമോസയാണ് ഈ ഒരളവിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. കറക്റ്റ് ഷേപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവസാനത്തെ ഒരു 2 ഫോൾഡ് ചെയ്യുമ്പോൾ തന്നെ എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. ഡീപ് ഫ്രൈക്ക് വേണ്ടത്. നല്ലപോലെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇത് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതും സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ മീഡിയം തീയിലിട്ട് വേണം വറുത്ത് കോരാനായിട്ട്. ചെറിയ ചീനിച്ചട്ടി ആയതുകൊണ്ട് ഒരു സമയം 3 ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് മുങ്ങി കിടക്കുന്ന ലെവലിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ബബിൾസ് ഒക്കെ ഒന്ന് കുറഞ്ഞു വരുമ്പോൾ ഓരോന്നും തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട ശേഷം കളർ വ്യത്യാസം മാറി തുടങ്ങുമ്പോൾ എടുക്കാം, വറുത്തുകോരി മാറ്റിയെടുക്കാം. ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ വറുത്തുകോരി മാറ്റിയെടുക്കാം. ചൂട് മാറുമ്പോൾ ഒന്നും കൂടി ഇതൊന്ന് കളർ വരും. ഇതുപോലെ 12 സമോസ ഡീപ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചായയുടെ കൂടെ സോസിന്റെ ഒപ്പം ചൂടുള്ള സമോസ സെർവ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാനും മറക്കണ്ട. അപ്പോഴായിരിക്കും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുക. താങ്ക്